ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട മണ്ഡലം കൊല്ലമാണ്. വളരെ നേരത്തെ രാഷ്ട്രീയ തർക്കങ്ങൾ രൂപപ്പെട്ടതാണ്. പ്രേമചന്ദ്രനോട് മുട്ടാൻ ആര് എന്ന ചോദ്യമാണ്. കാരണം ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സിറ്റിംഗ് MP പ്രേമചന്ദ്രൻ. അവിടെ LDFിൽ നിന്ന് കേൾക്കുന്ന പേരുകൾ KN ബാലഗോപാൽ, K വരദരാജൻ, P രാജേന്ദ്രൻ, മുൻ MP. UDFിനെ സംബന്ധിച്ച് NK പ്രേമചന്ദ്രൻ RSP പ്രഖ്യാപിച്ചു കഴിഞ്ഞു, UDF അത് അംഗീകരിച്ചു കഴിഞ്ഞു. NDA സംബന്ധിച്ച് സുരേഷ് ഗോപി രാജ്യസഭാംഗം മത്സരരംഗത്തേക്ക് വരുമോ? കഴിഞ്ഞ തവണ മത്സരിച്ച PM വേലായുധൻ. ഇതാണ് 2019 സാധ്യതാ പട്ടിക. LDF ആര് ഇറക്കും? രാജീവിൻ്റെ ഒരു തോന്നലെന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFന് CPMന് ഇറക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് KN ബാലഗോപാലാണ്. ബാലഗോപാലും പ്രേമേന്ദ്രനോട് മത്സരിച്ചാൽ നല്ല മത്സരം ഉണ്ടാവും. തീർച്ചയായും നല്ല മത്സരം. അല്ല, അത്തരത്തിലുള്ള മത്സരങ്ങൾ നേരത്തെ നമ്മൾ പാലക്കാടിന്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ പൊടി പാറുന്ന മത്സരം, അതുപോലെ തന്നെ വളരെ രാഷ്ട്രീയമായിട്ട് വലിയ ആവേശമുള്ള ഒരു സ്ഥലമാണ് കൊല്ലം മണ്ഡലം. അവിടെ ഈ പറയുന്ന പോലെ KN ബാലഗോപാലും മുഴുവൻ സംഘടനാശേഷിയും പ്രേമേന്ദ്രനും മത്സരിച്ചാൽ ഇതിനപ്പുറമുള്ള സമുദായ ഘടകങ്ങൾ, സമവാക്യങ്ങൾ, ഇപ്പോൾ നായർ വോട്ടുകൾ കൊല്ലത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ടതാണ്. KN ബാലഗോപാൽ മത്സരിക്കുന്നത് CPMനെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു ആശ്വാസമാകും എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പലപ്പോഴും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും അങ്ങനെ ഒരു മുന്നോക്ക വിഭാഗത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അവിടെ ആ ചരിത്രത്തിലും ജയിച്ചു പോയവരെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആനുകൂല്യമുണ്ട്. മാത്രമല്ല, ബാലഗോപാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാലഗോപാലിന്റെ സഹോദരൻ കലഞ്ഞൂർ മധു, അദ്ദേഹം NSSന്റെ ഏറ്റവും അല്ലെങ്കിൽ ആ നേതൃനിരയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ NSSൽ നിന്ന് വലിയ ഒരു എതിർപ്പൊന്നും ഇടഞ്ഞു നിൽക്കുന്ന അതൊരു വലിയ സാധ്യത, ഒരു പ്രശ്നമാണ്. മാത്രമല്ല, നമ്മൾ ഈ KN ബാലഗോപാലിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹം അടൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അന്ന് തോറ്റുപോയി. അന്ന് ഈ ആളുകളെ ഇളക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടനാ രംഗത്തൊന്നും ഒരു സ്വാധീനമുള്ള നേതാവായിരുന്നില്ല ബാലഗോപാൽ. പക്ഷെ അന്നത്തെ ബാലഗോപാൽ അല്ല ഇന്ന് രാജ്യസഭാംഗമായി. അതിനുശേഷം മാത്രമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ഉണ്ടായ CPMനുണ്ടായ വിജയം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞ രീതിയിൽ അദ്ദേഹത്തിനുണ്ടായ നേട്ടം, അത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിൽ PK ഗുരുദാസൻ ഇടഞ്ഞു നിൽക്കുമ്പോൾ അവിടെ മുകേഷിനെ പോലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു, അത് പ്രശ്നം പരിഹരിക്കുക. പിന്നെ ചില മണ്ഡലങ്ങളിൽ CPI സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് CPMകാർ വേണ്ടത്ര രീതിയിൽ ഇറങ്ങാതിരിക്കുക, അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ചവറയിൽ വിജയൻപിള്ളയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക. ഇങ്ങനെ ആ രംഗത്ത് അങ്ങനെ ഒരു മികവ് കാണിച്ച ഒരു നേതാവാണ് ബാലഗോപാൽ. പക്ഷേ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. CPMൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ കൂടുതൽ പേരും മന്ത്രിമാരായി. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്ന സെക്രട്ടേറിയറ്റ് മെമ്പർമാരെയും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അവരെ പാർലമെന്റിലേക്ക് അയക്കുക എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ച് ഓരോ സീറ്റ് നിർണായകമാണ്. ഇവിടെ കിട്ടുന്ന സീറ്റേ ഉള്ളൂ, അതൊരു പ്രശ്നമുണ്ട്, ഉറപ്പിക്കാവുന്ന. ശ്രീ ജയശങ്കർ, ഇതിനെല്ലാം ഇടയിലാണ് ബാലഗോപാലിനാണ് ഒരു വലിയ സാധ്യത. പ്രേമേന്ദ്രനുമായി മത്സരിക്കുമ്പോൾ ഒരു നല്ല മത്സരം ഉണ്ടാകുമെന്ന് പറയുന്നു. മറുഭാഗത്ത് സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. സുരേഷ് ഗോപി മത്സരിക്കുമോ എന്ന് പറയാറായിട്ടില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, BJPക്ക് അത്ര ഒരു വലിയ പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമല്ല. ഉദാഹരണത്തിന് തിരുവനന്തപുരമോ അല്ലെങ്കിൽ പത്തനംതിട്ടയോ മാവേലിക്കരയോ പാലക്കാടോ തൃശ്ശൂരോ പോലെ BJP ഒന്നാം നിരയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു മണ്ഡലമല്ല കൊല്ലം. BJPക്ക് കുറേ വോട്ടുണ്ട്. ചാത്തന്നൂർ മണ്ഡലത്തിൽ അവർ 2ാം സ്ഥാനത്ത് എത്തിയെന്നൊക്കെ പറയുമ്പോൾ പോലും അത്ര ഒരു വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മണ്ഡലമല്ല കൊല്ലം എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ട്. പ്രേമേന്ദ്രൻ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു കാൻഡിഡേറ്റ് എന്നുള്ള കരിസ്മയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അദ്ദേഹം അവിടെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ രംഗത്തും, നായർ സമുദായത്തിൽ മാത്രമല്ല എല്ലാ സമുദായത്തിലും വലിയ പിന്തുണയുള്ള, വലിയ ആരാധക വൃന്ദമുള്ള ഒരു മെമ്പറാണ് ശ്രീ പ്രേമേന്ദ്രൻ. അതുകൊണ്ട് പ്രേമേന്ദ്രനെ തോൽപ്പിക്കാൻ വെച്ചാൽ അത്ര എളുപ്പമല്ല. 7 മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ പ്രേമേന്ദ്രൻ രംഗത്തിറങ്ങിയിട്ടുള്ള. അതുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തനം നേരത്തെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിപ്പിക്കാവുന്ന. CPMന് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ബാലഗോപാലാണ്. ബാലഗോപാൽ നിന്നാൽ എന്ത് അത്ഭുതമാണ് സൃഷ്ടിക്കാൻ കഴിയാന്നുള്ള വേറെ ചോദ്യമാണ്. ഏതായാലും അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ 37,000 വോട്ടിനാണ് MA ബേബി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ MA ബേബിക്ക് ഈ പറയുന്നത് പോലെ കുണ്ടറ മണ്ഡലത്തിൽ അദ്ദേഹം അതൊക്കെ മാനേജ് ചെയ്തു. പക്ഷേ പ്രേമചന്ദ്രനോട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിൽ ആളുകളുടെ ഇടയിൽ ഫ്ലെക്സിബിലിറ്റിയുടെ മാത്രമല്ല, ആളുകളുടെ ഇടയിൽ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തെ കുറിച്ചുണ്ടായ ഇമേജും അല്ലെങ്കിൽ ഉണ്ടായ വിമർശനങ്ങളും ഒക്കെ പ്രശ്നമായിരുന്നു. എന്നിട്ടും 37,000 വോട്ടിനാണ് പ്രേമേന്ദ്രൻ വിജയിച്ചത്. അതിൽ തന്നെ ഏതാണ്ട് 20 എൻ്റെ ഓർമ്മയിൽ 23,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് ചവറ ഒറ്റ ഒരു മണ്ഡലത്തിൽ നിന്ന് മാത്രമാണ്. ആ
രീതിയിലുള്ള ഒരു മുൻകൈ അല്ലെങ്കിൽ ഒരു മേൽക്കൈ ചവറ മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടാകുമോ എന്നതൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അല്ലെങ്കിൽ മറ്റ് എല്ലാവരും മുന്നോക്ക വിഭാഗ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്താൻ താല്പര്യപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിച്ചത് മറ്റേ ദളിത് മോർച്ചയുടെ നേതാവായ PM വേലായുധൻ. അപ്പോൾ BJPയുടെ കുറച്ചുകൂടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ എന്നുള്ള ഒരു പ്രശ്നം. അല്ല, ആ തെരഞ്ഞെടുപ്പിലടക്കം സംസ്ഥാനത്തൊട്ടാകെ BJP കിട്ടിയ വോട്ടിന്റെ പരിസരത്തെങ്ങും കൊല്ലത്ത് എത്തിയില്ല. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് ഈ പ്രശ്നങ്ങൾ, അതായത് BJPയുടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വരുന്നു, KN ബാലഗോപാലും പ്രേമേന്ദ്രനും വരുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് അതിഗംഭീരമായ മത്സരം നടക്കും. ശ്രീ സജീവൻ ഇതിൽ നമ്മുടെ സ്ഥാനാർത്ഥി എപ്പോഴും വിജയസാധ്യത ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഈ ബോഡി ലാംഗ്വേജിന് കൂടി ഒരു പ്രത്യേകതയുണ്ട്. ബേബി മോശം സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹം മോശം നേതാവാണെന്നല്ല പറയും. പക്ഷേ അദ്ദേഹത്തിനുള്ള പ്രശ്നം, ഞാനൊരു ബുദ്ധിജീവിയാണെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ അദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് തോന്നും. അത് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. ബാലഗോപാലാണെങ്കിൽ ഇതിന് നേർ വിപരീതമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കൊരു താല്പര്യം തോന്നുന്ന രൂപത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉള്ളൊരു നേതാവാണ് ബാലഗോപാൽ. സ്വാഭാവികമായിട്ടും MA ബേബിയാണോ ബാലഗോപാലാണോ മത്സരിക്കേണ്ടതെന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടതെന്ന ചോദ്യത്തിന് മുമ്പിൽ തീർച്ചയായിട്ടും ഉയർന്നു വരേണ്ട ഒരു ഉത്തരം, ഒരു ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആ സ്ഥാനാർത്ഥിയുടെ ഭിന്നബിലിറ്റി, അത് എത്രമാത്രം വിജയസാധ്യതയുണ്ട്. ആ വിജയസാധ്യത MA ബേബിയേക്കാൾ കൂടുതൽ ബാലഗോപാലിനാണുള്ളത്. തീർച്ചയായിട്ടും പ്രേമേന്ദ്രനെ പോലുള്ള ഒരു നേതാവ്, പ്രേമേന്ദ്രനെ പോലുള്ള വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു നേതാവ് അപ്പുറത്ത് മത്സരിക്കുമ്പോൾ, CPMനെ തോൽപ്പിച്ച, വളരെ ശക്തമായ രൂപത്തിൽ തന്നെ തോൽപ്പിച്ച ഒരു നേതാവ് ഉണ്ടാകുമ്പോൾ, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങൾ, ഞാൻ അത്ഭുതം തോന്നിയിട്ടുള്ളത് മലപ്പുറത്തെ മുസ്ലിം ലീഗുകാർ പോലും വളരെയധികം ആവേശത്തോടു കൂടി സംസാരിച്ചത് പ്രേമേന്ദ്രനെ കുറിച്ച്. മുത്തലാഖ് പ്രശ്നത്തിനും മറ്റും അദ്ദേഹം എടുത്ത നിലപാട് വളരെ കൃത്യമായ രൂപത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ, കോൺഗ്രസിൻ്റെ MP-മാരെ കുറിച്ച് പോലും പറയുന്നില്ല. അങ്ങനെ എല്ലാ ആളുകൾക്കും തോന്നുന്നത് ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടുന്ന ഒരു നേതാവാണ് പ്രേമേന്ദ്രൻ. അങ്ങനെയുള്ള ഒരു നേതാവിനോട് മത്സരിക്കാൻ, ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ബാലഗോപാലായിരിക്കും. ഏതായാലും കഴിവ് മാറ്റുരയ്ക്കുന്ന ഒരു മണ്ഡലമായി കൊല്ലം മാറും. അവിടെ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന് പറയുന്ന ഒരു അഭിമാന പോരാട്ടം CPMന് നടത്തേണ്ടി വരും. ഈ പറഞ്ഞ എല്ലാ മികവുകളുമുള്ള ഒരു MP എന്ന നിലയിൽ പ്രേമചന്ദ്രൻ്റെ മണ്ഡലം നിലനിർത്തുക എന്ന് പറയുന്ന വളരെ അനിവാര്യമായ ഒരു മത്സരം, ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു വലിയ മത്സര തലം മറ്റ് ചില മണ്ഡലങ്ങളെ പോലെ കൊല്ലവും സമ്മാനിക്കാൻ പോവുകയാണ്. നിശ്ചയമായും സ്ഥാനാർത്ഥി തീരുമാനങ്ങൾ ഏതാണ്ട് ഈ രൂപത്തിലൊക്കെ